ശ്രദ്ധിക്കാവുന്ന നെറ്റ്വർക്കിന് ചെറിയൊരു ഇഷ്യൂ ഉണ്ട്. ഓഡിബിൾ ആണോ ഞാൻ? Yes, sir. ഓക്കെ, താങ്ക് യു. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. The last class we were discussing about pipeline hazards, different arithmetic pipeline ആയിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തത്. ജസ്റ്റ് നമുക്കൊന്ന് പോയിന്റ് എടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. ഈ ഒരു ടാസ്ക് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഒരാളൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തേ. ആശിഷ്. We have different segments. 4 segments ഉണ്ടായിരുന്നു. Each segments associated with one register and combinational circuit. അതായിരുന്നു കോൺസെപ്റ്റ്. Then ആ 4 സെഗ്മെന്റ് നോർമലി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ടു ഫെച്ച് ഇൻസ്ട്രക്ഷൻ, ടു ഡീകോഡ് ഇൻസ്ട്രക്ഷൻ, ടു എക്സിക്യൂട്ട്, ടു റൈറ്റ് ബാക്ക്, ആ ഒരു കോൺസെപ്റ്റിലാണ് നമ്മൾ പറഞ്ഞത്. ദെൻ അതിന്റെ ടൈമിംഗ് ഡയഗ്രാം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു. ദെൻ ഹൗ ദീസ് സെഗ്മെന്റ്സ് ആർ പെർഫോമിംഗ് ഫ്ലോട്ടിംഗ് പോയിന്റ് ഓപ്പറേഷൻ. അപ്പം അഡിഷൻ ഓർ സബ്സ്ട്രാക്ഷൻ പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള 4 ടാസ്ക്, ആ 4 ടാസ്ക് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയായിരുന്നു ഓർമ്മയുണ്ടോ? ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എക്സ്പോണൻസിനെ കമ്പയർ ചെയ്യണം, മാൻഡിസേനെ അലൈൻ ചെയ്യണം, ദെൻ ആഡ് ഓർ സബ്സ്ട്രാക്ട് മാൻഡിസാസ്, നോർമലൈസ് ദി റിസൾട്ട്. ഈ ഒരു കാര്യമായിരുന്നു ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഓർമ്മയുണ്ടോ? Sir. ഓക്കെ. ആ ഒരു ടാസ്ക് എന്തൊക്കെയായിരുന്നു ജസ്റ്റ് ഒന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്യാം, ഒന്ന് ഓർത്തിരിക്കുക. ഫസ്റ്റ് ഫേസിൽ വി ആർ കാൽക്കുലേറ്റിംഗ് എക്സ്പൊണന്റ് ഡിഫറൻസ്. ആ ഡയഗ്രാം ഒന്ന് നോക്കുക. ഇതായിരുന്നു ഡയഗ്രാം. വി ആർ കാൽക്കുലേറ്റിംഗ് എക്സ്പൊണന്റ് ഡിഫറൻസ് കാൽക്കുലേറ്റ് ചെയ്തു. 1 പവർ 10⁻³ സെക്കൻഡ് പവർ 10⁻² ആയിരുന്നു. നമ്മളത് മാപ്പ് ചെയ്യാൻ വേണ്ടി, ഈക്വൽ ആക്കാൻ വേണ്ടി രണ്ടും 10⁻³ ആക്കി. അത് നമ്മൾ ചെയ്തു. ദെൻ വി ഹാവ് ടു പെർഫോം അഡിഷൻ ഓർ സബ്സ്ട്രാക്ഷൻ ഇൻ ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പേഴ്സ്. ആ ടാസ്ക് എന്താണോ അത് നമ്മൾ പെർഫോം ചെയ്തു. റിസൾട്ടിനെ നോർമലൈസ് ചെയ്തു. അപ്പൊ ആ ഒരു ടേബിൾ നിങ്ങൾ നോക്കുക. എക്സ്പൊണന്റ് ഡിഫറൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്നു, മാൻഡിസാസിനെ നമ്മൾ അലൈൻ ചെയ്യുന്നു, റിസൾട്ട് നോർമലൈസ് ചെയ്യുന്നു. ഇങ്ങനെയായിരുന്നു നമ്മൾ അരിത്തമെറ്റിക് പൈപ്പ് ലൈനിൽ ഫ്ലോട്ടിംഗ് പോയിന്റ് ഓപ്പറേഷൻ ചെയ്തത്. നമുക്ക് അറിയേണ്ട കോൺസെപ്റ്റ് ഇത്രയേ ഉള്ളൂ. 4 സെഗ്മെന്റ്സ് ഉണ്ട്. ടാസ്ക് പെർഫോം ചെയ്യുമ്പോൾ ഓരോ സെഗ്മെന്റ്സും ഓരോ പാർട്ട് ചെയ്യുന്നു. ഫൈനലി നമുക്ക് റിസൾട്ട് കിട്ടുന്നു. എല്ലാ ആക്ഷൻസും എന്ത് ഇൻസ്ട്രക്ഷൻ ആണെങ്കിലും ഈ 4 സെഗ്മെന്റ് വഴിയാണ് പോകുന്നത്. അത് ഓർത്തിരിക്കുക. ഓക്കെ അല്ലേ? ഓക്കെടാ, താങ്ക് യു. ഇനി സൈഡ് ഹെഡിങ് എഴുതുക. ഇൻസ്ട്രക്ഷൻ പൈപ്പ് ലൈനിങ് എന്ന് സൈഡ് ഹെഡിങ് എഴുതുക. ഇൻസ്ട്രക്ഷൻ പൈപ്പ് ലൈൻ, ഇൻസ്ട്രക്ഷൻ പൈപ്പ് ലൈൻ. ഓക്കെ. അപ്പം പൈപ്പ് ലൈൻ, ഇൻസ്ട്രക്ഷൻ പൈപ്പ് ലൈനിങ് കൺസിഡർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോർമലി ഉള്ള ഒരു പൈപ്പ് ലൈനിങ് സ്ട്രക്ചർ ഉണ്ടാവും. കാണിച്ചു തരാം. നമ്മൾ നോർമലി പറയുന്നത് എന്തൊക്കെയായിരുന്നു പൈപ്പ് ലൈനിൽ വരുന്നത്? വി ഹാവ് 4 സ്റ്റേജ്, 4 സ്റ്റേജസ് ആണ് പൈപ്പ് ലൈനിൽ ഉള്ളത്. ഈസിലി ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ നെയിം ചെയ്തു ഫെച്ച്, ഡീകോഡ്, എക്സിക്യൂട്ട് ആൻഡ് റൈറ്റ് ബാക്ക്. ഇതായിരുന്നു 4 എണ്ണം. പക്ഷെ ബേസ്ഡ് ഓൺ ദി ഹാർഡ്വെയർ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് പൈപ്പ് ലൈനിങ്ങിന്റെ സ്റ്റേജ് എത്ര വേണേലും പറയാം. ടെക്നിക്കലി പറയുന്നത് എന്താണെന്നറിയോ? 2 സ്റ്റേജ് തൊട്ടിട്ട് 15 സ്റ്റേജസ് വരെയുള്ള പൈപ്പ് ലൈൻസ് ഒക്കെ പോസിബിൾ ആണ് എന്നാണ് പറയുന്നത്. ഫ്രം 2 സ്റ്റേജ് ടു 15, 15ഓളം സ്റ്റേജസ് ഉള്ള പൈപ്പ് ലൈനിങ് പോസിബിൾ ആണ്. അപ്പം ഡിഫറെന്റ് ആയിട്ട് ഇത് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ഓർത്തിരിക്കൊന്നും വേണ്ട, നിങ്ങളൊന്ന് മനസ്സിലാക്കുക. പൈപ്പ് ലൈനിങ് നമുക്ക് ട്രഡീഷണലി 4 എണ്ണം മാത്രമല്ല, മീൻസ് 4 സ്റ്റേജസ് മാത്രമല്ല, 2 സ്റ്റേജസ് ഉണ്ടാവാം, അല്ലെങ്കിൽ 15ഓളം സ്റ്റേജസ് ഉണ്ടാവാം. ഇപ്പൊ നിങ്ങൾ നോക്കിയേ, ഇവിടെ ഒരു പൈപ്പ് ലൈനിങ്ങിന് ഒരു എക്സാമ്പിൾ ഉണ്ട്. നിങ്ങൾ ഇത് ഇപ്പം കണ്ടാൽ മാത്രം മതി, ഒന്ന് മനസ്സിലാക്കുക. ഈ ഒരു പൈപ്പ് ലൈനിങ് എക്സാമ്പിളില് ആ ഒരു പെർട്ടിക്കുലർ ഹാർഡ്വെയർ യൂസ് ചെയ്യുന്നത് 6 സ്റ്റേജസ് ആണെന്ന് ഓർക്കാം. സോറി, 7 സ്റ്റേജസ് ഉണ്ടെന്ന് ഓർക്കാം. കണ്ടോ?
ഫെച്ച്, ഡീകോഡ്, ഇഷ്യൂ, എക്സിക്യൂട്ട്, റൈറ്റ് ബാക്ക്. ഇങ്ങനെ 7 സ്റ്റേജസ് ഉണ്ട്. അപ്പൊ നിങ്ങൾ ഇപ്പൊ ഇത്ര ചിന്തിച്ചാൽ മതി. കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഞാൻ പറഞ്ഞത് 4 സ്റ്റേജസിൽ ഒരു പൈപ്പ് ലൈനിങ്ങിന്റെ എക്സാമ്പിൾ ആണ്. പക്ഷെ നമുക്ക് ഡിഫറെന്റ് സ്റ്റേജസ് അല്ലെങ്കിൽ ഡിഫറെന്റ് ടേമിൽ ബേസ്ഡ് ഓൺ ദി ഹാർഡ്വെയർ നമുക്ക് പൈപ്പ് ലൈനിങ് ഡിസൈൻ ചെയ്യാം. ഈ ഒരു സ്റ്റേജസിൽ നോക്കുക, ഫെച്ച്, ഡീകോഡ്, എക്സിക്യൂട്ട് ചെയ്യാനുള്ള ഇൻസ്ട്രക്ഷൻ ഇഷ്യൂ ചെയ്യുന്നു. ദെൻ ദേ ആർ എക്സിക്യൂട്ടിങ്. എക്സിക്യൂഷന് വേണ്ടി 3 സ്റ്റേജസ് അവർ യൂസ് ചെയ്യുന്നു, വിച്ച് മീൻസ് 3 ക്ലോക്ക് സൈക്കിൾ യൂസ് ചെയ്യുന്നു. ഫൈനലി റിസൾട്ട് റൈറ്റ് ബാക്ക് ചെയ്യുന്നു. ഒരു ഇൻസ്ട്രക്ഷൻ പൈപ്പ് ലൈനിങ്ങിന്റെ ഡിസൈൻ ആണിത്. ഇനി നമ്മുടെ ടോപ്പിക്കിലേക്ക് വരാം. ഇൻസ്ട്രക്ഷൻ പൈപ്പ് ലൈനിങ് എന്തായിരുന്നു കോൺസെപ്റ്റ്? ഇൻസ്ട്രക്ഷൻസ് ആർ റിസൈഡ്സ് ഇൻ മെമ്മറി. മെമ്മറിയിൽ നിന്ന് ഓരോ ഇൻസ്ട്രക്ഷനെയും ഫെച്ച് യൂണിറ്റ് എന്ത് ചെയ്യണം? ഫെച്ച് ചെയ്തെടുക്കണം. ദെൻ അതൊരു രജിസ്റ്ററിൽ പ്ലേസ് ചെയ്യണം. പിന്നെ എന്ത് ചെയ്യുന്നു? നെക്സ്റ്റ് സെഗ്മെന്റ്, ഡീകോഡ് യൂണിറ്റ് ആണെങ്കിൽ നെക്സ്റ്റ് സെഗ്മെന്റ് എന്ത് ചെയ്യുന്നു? രജിസ്റ്ററിൽ നിന്ന് ആ ഇൻസ്ട്രക്ഷനെ എടുക്കുന്നു. ദെൻ അയാൾ അത് ഡീകോഡ് ചെയ്തിട്ട് എക്സിക്യൂഷൻ യൂണിറ്റിന് കൊടുക്കുന്നു. എക്സിക്യൂഷൻ യൂണിറ്റ് ആ ടാസ്ക് ചെയ്യുന്നു. റൈറ്റ് ബാക്കിന് റിസൾട്ട് റൈറ്റ് ബാക്ക് ചെയ്യുന്നു. അങ്ങനെ ഡിഫറെന്റ് സ്റ്റേജസ് ഓരോ സെഗ്മെന്റും പെർഫോം ചെയ്യുന്നുണ്ട്. ഈ ഒരു കോൺസെപ്റ്റ് ക്ലിയർ അല്ലേ? ആമിന, അമൽ, സുരേന്ദ്രൻ ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. ഓക്കെ, ഞാനും ജോയിൻ ചെയ്യാൻ 3 മിനിറ്റ്സ് എടുത്തു. ഓക്കെ, നെറ്റ് സ്ലോ ആകുമ്പം നമ്മൾ ഗൂഗിൾ മീറ്റ് ബ്രൗസറിൽ ഓൺ ചെയ്യാൻ കുറെ ടൈം എടുക്കുന്നു. ഓക്കെ, എല്ലാരും ജിയോ കസ്റ്റമേഴ്സ് ആണോ? ജിയോ ഇപ്പം പഴയ സ്പീഡൊന്നും ഇല്ല അല്ലേ? എനിവേ, ഇൻസ്ട്രക്ഷൻ പൈപ്പ് ലൈനിങ് ഓർക്കുക. ഫെച്ച് യൂണിറ്റ് ഫെച്ചിങ് ഇൻസ്ട്രക്ഷൻ ഫ്രം ദി മെമ്മറി. എങ്ങനെയാണ് ഫെച്ച് ചെയ്യുന്നത്? ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് ഓർഡറിലാണ്. ഇൻസ്ട്രക്ഷൻ മെമ്മറിയിലുള്ളത് ഏത് ഓർഡറിലാണോ ആ ഓർഡറിൽ ഓരോന്നിനും ക്യൂയിലേക്ക് പ്ലേസ് ചെയ്യുന്നു. ദെൻ ആ ക്യൂയിൽ നിന്നാണ് നമ്മുടെ ഡീകോഡിംഗ് യൂണിറ്റ് ഡാറ്റ വർക്ക്ഔട്ട് ചെയ്യുന്നത്. നമുക്കൊരു ഡയഗ്രം നോക്കാം, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, ഡയഗ്രത്തിൽ പോകുന്നതിന് മുന്നേ അതിലെ ഡിഫറെന്റ് സ്റ്റേജസ് നമുക്ക് പറയണം. നിങ്ങളൊന്ന് സൈഡ് ഹെഡിങ് എഴുതാം, സ്റ്റേജസ് ഓർ സീക്വൻസ് എന്ന് എഴുതാം. സ്റ്റേജസ് ഓർ സീക്വൻസ് എന്ന് എഴുതാം. ഓർത്തിരിക്കുക, ഫോർ അസോസിയേറ്റഡ് വിത്ത് ഇൻസ്ട്രക്ഷൻ എക്സിക്യൂഷൻ വി ഹാവ് 6 ഡിഫറെന്റ് സ്റ്റേജസ്. ഫസ്റ്റ് വൺ നമുക്കറിയാം, വി ഹാവ് ടു ഫെച്ച് ഇൻസ്ട്രക്ഷൻ. ഫെച്ച് ഇൻസ്ട്രക്ഷൻ മീൻസ് in order to execute the instruction we are fetching instruction from the memory. ക്ലിയർ ആണെന്ന് തോന്നുന്നു ഫസ്റ്റ് പാർട്ട്. ക്ലിയർ അല്ലേ? ദെൻ ഡീകോഡ് ഇൻസ്ട്രക്ഷൻ. ആ ഇൻസ്ട്രക്ഷനിൽ ഡീകോഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് ഓപ്പറേഷൻ ആണ് പെർഫോം ചെയ്യേണ്ടത്, എന്താണ് ഓപ്പറൻഡ് എന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ. എക്സാമ്പിൾ, വി ഹാവ് ടു പെർഫോം ആഡ് എ പ്ലസ് ബി. ഹിയർ ഓപ്പറൻസ് ആർ എയും ബിയും. വി ഹാവ് ടു പെർഫോം അഡിഷൻ ഓപ്പറേഷൻ. ആഡ് എന്ന് പറയുന്ന ഓപ്കോഡ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഞാൻ പറയുന്ന കാര്യം ജസ്റ്റ് ഒന്ന് ഞാൻ മാർക്കറിൽ പറയട്ടെ, അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലിയർ ആവും. ഓക്കെ, ഒന്ന് മാർക്കർ എടുക്കാം. ഹിയർ ഡിഫറെന്റ് സ്റ്റേജസ് പറഞ്ഞു. ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവ് ടു ഫെച്ച് ഇൻസ്ട്രക്ഷൻ. ഫെച്ച് ഇൻസ്ട്രക്ഷൻ മീൻസ് ഫെച്ചിങ് ഇൻസ്ട്രക്ഷൻ ഫ്രം ദി മെമ്മറി. ഇനി നമ്മൾ ഫെച്ച് ചെയ്ത ഇൻസ്ട്രക്ഷൻ സപ്പോസ് ആഡ് എ കൊമ ബി ആണെന്ന് ഓർക്കുക. ഇൻസ്ട്രക്ഷൻ ആഡ് എ കൊമ ബി. സോ ഡ്യൂറിങ് ഡീകോഡിംഗ് സ്റ്റേജ് അവർക്ക് മനസ്സിലാവും ഇൻസ്ട്രക്ഷൻ ഈസ് ടു പെർഫോം അഡിഷൻ ഓപ്പറേഷൻ. ദെൻ വി ഹാവ് 2 ഓപ്പറൻഡ് എ കൊമ ബി. ഈ ഓപ്പറൻഡ് എവിടെ ഉണ്ടാവുക? ഓൾസോ ഇൻ മെമ്മറി.
അപ്പം ഓപ്പറന്റിനെ നമ്മൾ എക്സിക്യൂഷൻ യൂണിറ്റിലേക്ക് കൊണ്ടുവന്നാൽ മാത്രമേ നമുക്ക് അതിനെ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഓപ്പറന്റിനെ എക്സിക്യൂഷൻ യൂണിറ്റിലേക്ക് കൊണ്ടുവരണം, എന്നാലേ നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. സോ കാൽക്കുലേറ്റ് ഇഫക്റ്റീവ് അഡ്രസ്, തേർഡ് സ്റ്റേജിൽ നമ്മൾ ചെയ്യുന്നത് എന്താ? കാൽക്കുലേറ്റ് ഇഫക്റ്റീവ് അഡ്രസ്. അതെന്തിനാ ചെയ്യുന്നത്? ആക്ച്വലി ഇറ്റ് ഈസ് ടു ഫെച്ച് ഓപ്പറന്റ് ഫ്രം ദി മെമ്മറി. ഫെച്ച് ഓപ്പറന്റ് ഫ്രം ദി മെമ്മറി. ഇനി നമുക്കൊരു ഡൗട്ട് വരും, ഓൾറെഡി വി ആർ ഫെച്ചിങ് ഇൻസ്ട്രക്ഷൻ ഫ്രം ദി മെമ്മറി. അപ്പൊ വീണ്ടും ഓപ്പറന്റിനെയും മെമ്മറിയിൽ നിന്ന് ഫെച്ച് ചെയ്യുമ്പോൾ ഇതുപോലെ സ്റ്റേജസ് പോണ്ടേന്ന് നമ്മൾ ഓർക്കും, ഇതുപോലെ പോണ്ടേ. പക്ഷെ അതിന്റെ കോൺസെപ്റ്റ് എന്താന്ന് വെച്ചാൽ, ഡാറ്റയും ഇൻസ്ട്രക്ഷനും നമ്മൾ ഹാർഡ്വെയറിൽ ഡിസൈൻ ചെയ്യുമ്പോൾ ഡാറ്റയും ഇൻസ്ട്രക്ഷനും ഡിഫറെന്റ് പാർട്ടിലാണ് ഉണ്ടാവുക. നിങ്ങൾ അസംബ്ലി കോഡൊക്കെ എഴുതുമ്പോൾ മനസ്സിലാവും, ഡിക്ലറേഷൻ പാർട്ടൊക്കെ ഒരുമിച്ച്, നമ്മളെ കോഡ് പാർട്ടൊക്കെ ഒരുമിച്ച്. അപ്പം മെമ്മറിന്റെ വേറെ തന്നെ ഒരു പാർട്ടിലാണ് ഉണ്ടാവുക. അപ്പം ഇഫക്റ്റീവ് അഡ്രസ് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു സർക്യൂട്ടറി, ഒരു സെപ്പറേറ്റ് യൂണിറ്റിന് ഈസിലി എന്ത് ചെയ്യാൻ പറ്റും? ഓപ്പറന്റിനെ ഫെച്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, വോൺ ന്യൂമാൻ ആർക്കിടെക്ചർ പറയുന്നത് ബോത്ത് ഡാറ്റ ആൻഡ് ഇൻസ്ട്രക്ഷൻ റിസൈഡ്സ് ഇൻ ദി മെമ്മറി. നമ്മുടെ കമ്പ്യൂട്ടർ മെമ്മറിയിൽ തന്നെയാണ് ഉള്ളത്. പക്ഷേങ്കിൽ നമ്മൾ പ്രോഗ്രാം എഴുതുമ്പോൾ ഡാറ്റ പാർട്ടെല്ലാം മെമ്മറിയിൽ ഒരു പാർട്ടിലും ഇൻസ്ട്രക്ഷൻ പാർട്ടൊക്കെ ഒരു പാർട്ടിലാണ് ഉണ്ടാവുക. അപ്പൊ നമുക്ക് സെപ്പറേറ്റ് സർക്യൂട്ടറി ഉപയോഗിച്ചിട്ട് ഈ ഓപ്പറൻസിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി ഫെച്ച് ചെയ്തെടുക്കാൻ പറ്റും. Then we are calculating effective address for fetching operands. Then we are fetching operands from the memory. We are fetching operands from the memory. In fifth stage, നമ്മുടെ ഈ പൈപ്പ്ലൈനിന്റെ ഫിഫ്ത്ത് സ്റ്റേജിൽ we are executing the instruction and storing the result. Storing the result. ക്ലിയർ ആണോ ഈ പറഞ്ഞ കാര്യം? ഒരാളൊന്ന് പറ. ഓക്കെ, താങ്ക് യു. ഒരാളൊന്ന് പറയോ? സിഷാജ് ഉണ്ടോ അവിടെ? സിഷാജ്. തുളസി. തുളസി ഒന്ന് പറഞ്ഞു നോക്കിയേ, ക്ലിയർ അല്ലേ? വി ഹാവ് ടു ഫെച്ച് ദി ഇൻസ്ട്രക്ഷൻ. ഓക്കെ ഓക്കെ, എന്നാ അപ്പൊ നമ്മൾ സമയം കളയണ്ട. ഇനി നമ്മൾ നോക്കുക, നമ്മൾ എല്ലാ ടാസ്കും പെർഫോം ചെയ്യുന്നത് ട്രഡീഷണലി ഈ ഒരു ടെക്സ്റ്റ് ബുക്ക് ഉണ്ടല്ലോ, നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് ഫോളോ ചെയ്യുന്ന ഒരു പാറ്റേൺ ആണ് 4 സെഗ്മെന്റ് പാറ്റേൺ എന്ന് പറയുന്നത്. 4 സെഗ്മെന്റിൽ ഇൻസ്ട്രക്ഷൻ നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുന്നു എന്നാണ് ഈ ഒരു സെഗ്മെന്റ് നമ്മൾ പറയുന്നത്. അപ്പം എങ്ങനെയാണ് ഈ ഇൻസ്ട്രക്ഷൻ നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് ഒരു ഡയഗ്രാം നമുക്ക് കാണാം. ഫുൾ സ്ക്രീൻ ഇടുവാണ്, ആരും ലീവ് ചെയ്യരുത്. ഈ ഒരു ഡയഗ്രാം നിങ്ങളൊന്ന് വരച്ചു വെക്കേണ്ടതാണ്. എല്ലാ സ്ക്രീൻഷോട്ട് എടുക്കുക. ക്ലിയർ, ഈ ഡയഗ്രാം അത്ര ക്ലിയർ അല്ലെങ്കിൽ ഞാൻ നോട്ട് തരുമ്പോൾ നിങ്ങൾക്ക് അതിൽ ഞാൻ വൃത്തിക്ക് വരച്ചിട്ടുണ്ട്. സോ ഡോണ്ട് വറി. സോ ദിസ് ഈസ് ദി ഡയഗ്രാം. ഹിയർ വി ഹാവ് 4 സെഗ്മെന്റ്സ്. ഞാൻ മാർക്ക് ചെയ്യാം. വി ഹാവ് 4 സെഗ്മെന്റ്. സെഗ്മെന്റ് 1 ഹിയർ, ഇതാണ് ഫസ്റ്റ് സെഗ്മെന്റ്. ഓർക്കുക, ഇൻ ഫസ്റ്റ് സെഗ്മെന്റ് വി ആർ ഫെച്ചിങ് ഇൻസ്ട്രക്ഷൻ ഫ്രം ദി മെമ്മറി. ഫസ്റ്റ് ബോക്സ് ഇൻഡിക്കേറ്റിംഗ് ഇൻ ഫസ്റ്റ് സെഗ്മെന്റ് വി ആർ ഫെച്ചിങ് ഇൻസ്ട്രക്ഷൻ ഫ്രം ദി മെമ്മറി. സെഗ്മെന്റ് എന്ന് പറഞ്ഞാൽ ഒന്നുകൂടി പറയാം, എല്ലാ ഇൻസ്ട്രക്ഷനും ഈ 4 സെഗ്മെന്റ് വഴിയാണ് എക്സിക്യൂഷൻ കംപ്ലീറ്റ് ചെയ്യുന്നത്. സോ ഇൻ ഓർഡർ ടു കംപ്ലീറ്റ് ദി ഇൻസ്ട്രക്ഷൻ എക്സിക്യൂഷൻ ഹിയർ വി ഹാവ് 4 സെഗ്മെന്റ്സ്. ഒരാളെ റെസ്പോണ്ട് ചെയ്തേ, ഓഡിബിൾ അല്ലേ? ഓക്കെടാ, താങ്ക് യു. ഫസ്റ്റ് സെഗ്മെന്റ് പെർഫോമിംഗ് ഇൻസ്ട്രക്ഷൻ ഫെച്ച് ഫ്രം ദി മെമ്മറി. ഈ ഡയഗ്രാം ഞാൻ പറഞ്ഞു. ദെൻ സെഗ്മെന്റ് 2 ഈസ് പെർഫോമിംഗ് ഇൻസ്ട്രക്ഷൻ ഡീകോഡിംഗ്. സോ ഇറ്റ്സ് ഡീകോഡിംഗ് ഇൻസ്ട്രക്ഷൻ ആൻഡ് കാൽക്കുലേറ്റിംഗ് ഇഫക്റ്റീവ് അഡ്രസ്. ടോട്ടലി നമ്മൾ 6 ടാസ്ക് പറഞ്ഞു, പക്ഷെ നമുക്ക് 4 സെഗ്മെന്റേ ഉള്ളൂ. സെക്കൻഡ് സെഗ്മെന്റ് ഇറ്റ് സെൽഫ് ഡീകോഡിംഗ് ഇൻസ്ട്രക്ഷൻ ആൻഡ് കാൽക്കുലേറ്റിംഗ് ഇഫക്റ്റീവ് അഡ്രസ്. ഇഫക്റ്റീവ് അഡ്രസ് മീൻസ് they have to fetch operand from the memory. ക്ലിയർ ആണെന്ന് തോന്നുന്നു. ദെൻ വൈൽ കാൽക്കുലേറ്റിംഗ് ഇഫക്റ്റീവ് അഡ്രസ്, അവിടെ ഒരു ബ്രാഞ്ച് ആയിരുന്നുവെങ്കിൽ നമുക്കറിയാം, മേ ബി ഇൻസ്ട്രക്ഷൻ ഒരു ബ്രാഞ്ച് ആവാം. ബ്രാഞ്ച് ആണെങ്കിൽ എന്ത് ചെയ്യണം? ബേസ്ഡ് ഓൺ ദി ബ്രാഞ്ച് ടാർഗറ്റ്, എത്ര ദൂരെയാണോ ബ്രാഞ്ച് ടാർഗറ്റ് ഉള്ളത് അത്രയും ബേസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം? പ്രോഗ്രാം കൗണ്ടറിനെ അപ്ഡേറ്റ് ചെയ്യണം. സോ ഇവിടെ എഴുതിയിട്ടുണ്ട്, ഇഫ് ഇറ്റ് ഈസ് എ ബ്രാഞ്ച് വി ഹാവ് ടു അപ്ഡേറ്റ് ദി പ്രോഗ്രാം കൗണ്ടർ. അപ്ഡേറ്റ് പ്രോഗ്രാം കൗണ്ടർ വാല്യൂ. നോർമലി പ്രോഗ്രാം കൗണ്ടർ സീക്വൻഷ്യലി ബൈ ഫോർ വെച്ച് ഇൻക്രിമെന്റ് ചെയ്തു വരുന്നു. ദെൻ
ബൈ 4 എന്ന് പറയാൻ കാരണം എന്താ? ഈച്ച് ഇൻസ്ട്രക്ഷൻ ട്രഡീഷണലി നമ്മൾ പറയുന്നത് ഇറ്റ്സ് ലെങ്ത് ഇൻ 32 ബിറ്റ്സ് ആണ്, 4 ബൈറ്റിലാണ്. അപ്പൊ നമ്മൾ 1000, 1004, 1008 4 ഇൻക്രിമെന്റ് ചെയ്തിട്ട് ഇൻസ്ട്രക്ഷൻ ഉണ്ടാവുന്നു എന്ന് നമ്മൾ വിചാരിക്കുന്നു. നോർമൽ ഫ്ലോയില് പ്രോഗ്രാം കൗണ്ടർ ഇൻക്രിമെന്റഡ് ബൈ 4 ഇൻസ്ട്രക്ഷനെ ഫെച്ച് ചെയ്ത് വരുന്നു. സപ്പോസ് ഇറ്റ് ഈസ് എ ബ്രാഞ്ച് ഇൻസ്ട്രക്ഷൻ, ബ്രാഞ്ച് ടാർഗറ്റ് വരെ പോവാനുള്ള അപ്ഡേഷൻ പി സിയിൽ ഉണ്ടാവണം. ഓക്കെ, ഇനി ഇറ്റ് ഈസ് നോട്ട് എ ബ്രാഞ്ച് ഇൻസ്ട്രക്ഷൻ അല്ല എങ്കിൽ ഇൻ സെഗ്മെന്റ് 4 വി ആർ പെർഫോമിംഗ് ഫെച്ചിങ് ഓപ്പറന്റ് ഫ്രം ദി മെമ്മറി. കാൽക്കുലേറ്റ് ഇഫക്റ്റീവ് അഡ്രസ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്തു. സെഗ്മെന്റ് 3ൽ വി ആർ ഫെച്ചിങ് ഓപ്പറന്റ് ഫ്രം ദി മെമ്മറി. ഓക്കെ, ദെൻ സെഗ്മെന്റ് 4 ഇവിടുത്തെ നാലാമത്തെ സെഗ്മെന്റിൽ വി ആർ എക്സിക്യൂട്ട് ദി ഇൻസ്ട്രക്ഷൻ. നാലാമത്തെ സെഗ്മെന്റിൽ ഇൻസ്ട്രക്ഷൻ പൈപ്പ്ലൈനിങ് ഇൻ 4th സെഗ്മെന്റ് വി ആർ എക്സിക്യൂട്ടിംഗ് ദി ഇൻസ്ട്രക്ഷൻ. ഇനി ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഇന്ററപ്റ്റ് വന്നു കഴിഞ്ഞാൽ, ഇന്ററപ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഹാർഡ്വെയർ ഓർ സോഫ്റ്റ്വെയർ ഇന്ററപ്റ്റ് ആവാം, മാസ്ക് ചെയ്യാൻ പറ്റുന്ന ഇന്ററപ്റ്റ് ആവാം, ഒരു പ്രോബ്ലം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു റിക്വസ്റ്റ് അതർ ദാൻ അവർ പ്രോഗ്രാം എക്സിക്യൂഷൻ, അതിനെയാണ് നമ്മൾ ഇന്ററപ്റ്റ് എന്ന് പറയുന്നത്. ഇന്ററപ്റ്റ് വന്നു കഴിഞ്ഞാൽ വി ഹാവ് ടു ഹാൻഡിൽ ദി ഇന്ററപ്റ്റ്. ആ പ്രോബ്ലം എന്താണോ അത് നമ്മൾ ഹാൻഡിൽ ചെയ്യണം. അതർവൈസ് വി ക്യാൻ കണ്ടിന്യൂ ഫെച്ചിങ് ഇൻസ്ട്രക്ഷൻ ഫ്രം ദി മെമ്മറി. നെക്സ്റ്റ് ഇൻസ്ട്രക്ഷനെ നമുക്ക് ഫെച്ച് ചെയ്ത് ഈ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, ഈ ഒരു ഡയഗ്രാം കുറച്ച് ക്ലിയർ ആണോ? എക്സ്പ്ലെയിനിങ് 4 സെഗ്മെന്റ്സ് in instruction pipelining. First segment performing fetching instruction from memory. Second segment for performing decoding instruction and calculating effective address. In third segment, we are fetching operand from the memory. Segment 4, we are executing the instruction. If there is a interrupt, we have to handle the interrupt. Kando interrupt handling നമ്മൾ perform ചെയ്യുന്നു. No ആണ് എങ്കിൽ continue fetching. ഈ arrow നോക്കുക. No ആണെങ്കിൽ continue fetching. പ്രോപ്പർലി അപ്ഡേറ്റ് ദി പി സി, നമ്മൾ ഇൻസ്ട്രക്ഷൻ ഫെച്ച് ചെയ്യണം. ഋത്തിക്, സുനിൽ, വിഷ്ണു, തേജ, ഓഡിബിൾ അല്ലേ? ഞാൻ ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. ഓക്കെ ഋത്തിക്. ഓക്കെ, ഈ ഒരു കാര്യം ഓർത്തിരിക്കുക. ഒന്ന് സ്ക്രീൻഷോട്ട് ചെയ്യാം, ഞാൻ ഫുൾ സ്ക്രീൻ ഇടാം. ഒരു ഡയഗ്രാം ഒന്ന് സ്ക്രീൻഷോട്ട് ചെയ്യാം. 4 segments. ഓക്കെ, നമുക്ക് കുറച്ച് നോട്ട്സ് എഴുതാം. ഒന്ന് നോട്ട് ചെയ്യാം. ഇൻസ്ട്രക്ഷൻ പൈപ്പ് ലൈനിങ് നെക്സ്റ്റ് ലൈനിലായിട്ട് എഴുതാം. 4 segment in segment 1 fetch instruction from memory. In segment 2 decode instruction and calculate effective address. In segment 3 fetch operand from memory. Then segment 4 execute instruction. In segment 4 execute instruction. ലിഖിത് ഒന്ന് റെസ്പോണ്ട് ചെയ്ത. ലിഖിത്, ഫാത്തിമ, റംഷാദ, ലെഫ്റ്റ് ആയോ? ഫാത്തിമ ക്ലിയർ ആണോ? ഓക്കെ, 48 പേരേ ഉള്ളൂ. ഞാനിപ്പോ ഒന്ന് അറ്റൻഡൻസ് എടുത്തോട്ടെ, ഒന്ന് വെയിറ്റ് ചെയ്യണേ.
മുഹമ്മദ് നിഹാൽ. ഓക്കെ, ഈ കറണ്ട് സ്റ്റേജിൽ ഞാൻ അറ്റൻഡൻസ് എടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് എഴുതുക, നെക്സ്റ്റ് സൈഡ് ഹെഡിങ് എഴുതുക. ഇൻസ്ട്രക്ഷൻ പൈപ്പ് ലൈൻ ഓപ്പറേഷൻ എന്ന് എഴുതുക. ഇൻസ്ട്രക്ഷൻ പൈപ്പ് ലൈനിങ് ഓപ്പറേഷൻ എന്ന് എഴുതുക. ഇൻസ്ട്രക്ഷൻ പൈപ്പ് ലൈനിങ് ഓപ്പറേഷൻ. അപ്പം ഈ ഒരു ഇൻസ്ട്രക്ഷനിൽ നമ്മളൊരു പൈപ്പ് ലൈനിങ് പറയാൻ പോവാണ്. ഈ ഒരു പൈപ്പ് ലൈനിങ്ങിൽ ഓൾസോ വി ഹാവ് 4 സ്റ്റെച്ചേഴ്സ്. പക്ഷെ നമ്മൾ ഇത്രയും നേരത്തെയും പറഞ്ഞ ആ 4 കാര്യങ്ങളല്ല, ഡിഫറെന്റ് ആയിട്ടുള്ള 4 ടാസ്ക് ആണ് ഈ ഓരോ സെഗ്മെന്റും പെർഫോം ചെയ്യുന്നതെന്ന് ഓർക്കുക. കണ്ടോ, നമുക്ക് നേരത്തെ എക്സിക്യൂട്ട് ആയിരുന്നു 4th സ്റ്റേജ്. സെഗ്മെന്റ് 4 എക്സിക്യൂട്ട് ആണ്. നമ്മുടെ 4th സ്റ്റേജ് റൈറ്റ് ബാക്ക് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ പറഞ്ഞത്. അപ്പൊ നിങ്ങൾ ഇപ്പോൾ ഓർക്കുക, ഹിയർ വി ഹാവ് 4 സ്റ്റേജസ്. അത് ഫസ്റ്റ് വൺ ഫെച്ച് ഇൻസ്ട്രക്ഷൻ ആണ്. കണ്ടോ, നമ്മുടെ സെഗ്മെന്റ്സ് നമ്മൾ പറഞ്ഞ അൽഗോരിതം, ഈ അൽഗോരിതത്തിലെ ഫസ്റ്റ് പാർട്ട് എന്താണ്? ഫെച്ച് ഇൻസ്ട്രക്ഷൻ. രണ്ടാമത്തത് ഡീകോഡ്, മൂന്നാമത്തത് ഫെച്ച് ഓപ്പറന്റ്, നാലാമത്തത് എക്സിക്യൂട്ട്. അതാണ് നമ്മുടെ ഇപ്പോഴത്തെ 4 സ്റ്റേജസ്. ഓർത്തിരിക്കുക, 4 സ്റ്റേജസ് ഒന്ന് ഓർത്തിരിക്കുക. ഫസ്റ്റ് വൺ ഫെച്ച് ഇൻസ്ട്രക്ഷൻ, സെക്കൻഡ് വൺ ഡീകോഡ് ദി ഇൻസ്ട്രക്ഷൻ, തേർഡ് വൺ ഫെച്ച് ഓപ്പറന്റ്, ഫോർത്ത് എക്സിക്യൂട്ട്. സോ ഇതിന്റെ ടൈമിംഗ് ഡയഗ്രാം ഇങ്ങനെയാണ് ഉണ്ടാവുക. ടൈമിംഗ് ഡയഗ്രാം ഇതൊന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഒന്ന് മാർക്കർ എടുക്കട്ടെ. ഓക്കെ, നമ്മൾ പറഞ്ഞു ഇൻസ്ട്രക്ഷൻ പൈപ്പ് ലൈനിങ് ബേസ്ഡ് ഓൺ ദി ഹാർഡ്വെയർ ആണ്. നോർമലി ഫെച്ച്, ഡീകോഡ്, എക്സിക്യൂട്ട്, റൈറ്റ് ബാക്ക്, ഇങ്ങനെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞ ക്ലാസ്സുകളിൽ. നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അത് തന്നെ പറയുന്നത്. പക്ഷെ നമുക്കിപ്പോൾ 4 സെഗ്മെന്റ്സ് ഉണ്ട്. ഫസ്റ്റ് സെഗ്മെന്റ് പെർഫോമിംഗ് ഫെച്ച് ഇൻസ്ട്രക്ഷൻ, സെക്കൻഡ് സെഗ്മെന്റ് പെർഫോമിംഗ് ഡീകോഡ് ഇൻസ്ട്രക്ഷൻ, തേർഡ് സെഗ്മെന്റ് പെർഫോമിംഗ് ഫെച്ച് ഓപ്പറന്റ് ആൻഡ് ഫോർത്ത് സെഗ്മെന്റ് പെർഫോമിംഗ് എക്സിക്യൂഷൻ. ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ 4 സ്റ്റേജസ്. ക്ലിയർ ആവുന്നുണ്ടോ പറയുന്നത്? സെവിൻ, സേജൽ, തുളസി. ഓക്കെ, 4 ഫസ്റ്റ് സെഗ്മെന്റ്. അപ്പൊ നോക്കുക, ഇൻ ദി ഫസ്റ്റ് ക്ലോക്ക് സൈക്കിൾ ഇൻസ്ട്രക്ഷൻ 1 ഫെച്ച്ഡ് ഫ്രം ദി മെമ്മറി. ഇൻ ഫസ്റ്റ് ക്ലോക്ക് സൈക്കിൾ ഇൻസ്ട്രക്ഷൻ 1 ഫെച്ച്ഡ് ഫ്രം ദി മെമ്മറി. ആരാ അത് പെർഫോം ചെയ്യുന്നത്? സെഗ്മെന്റ് 1 പെർഫോമിംഗ് ഇൻസ്ട്രക്ഷൻ ഫെച്ച് ഫ്രം ദി മെമ്മറി. ഇപ്പൊ ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻ ഫെച്ച് ആയി. ദെൻ സെഗ്മെന്റ് 2 പെർഫോമിംഗ് ഡീകോഡ് ഓപ്പറേഷൻ ഇൻ സെക്കൻഡ് ക്ലോക്ക് സൈക്കിൾ. അതായത് ഇൻസ്ട്രക്ഷൻ 1ന്റെ ഡീകോഡ് ഓപ്പറേഷൻ പെർഫോംഡ് ബൈ സെഗ്മെന്റ് 2 ഇൻ സെഗ്മെന്റ് 2 ഇൻ സെക്കൻഡ് ക്ലോക്ക് സൈക്കിൾ. ദെൻ സെഗ്മെന്റ് 3 പെർഫോമിംഗ് ഫെച്ച് ഓപ്പറൻസ്, ആ ഒരു ടാസ്ക് പെർഫോം ചെയ്യുന്നു ഓഫ് ഇൻസ്ട്രക്ഷൻ 1 ഇൻ തേർഡ് ക്ലോക്ക് സൈക്കിൾ. ഫോർത്ത് സെഗ്മെന്റ് 4ാമത്തെ ക്ലോക്ക് സൈക്കിൾ അതിനെ എക്സിക്യൂട്ട് ചെയ്യുന്നു. ഇതാണ് ഫസ്റ്റ് ഇൻസ്ട്രക്ഷന്റെ കേസ്. ഇനി സെക്കൻഡ് ഇൻസ്ട്രക്ഷൻ, ഇതാണ് നമ്മുടെ സെക്കൻഡ് ഇൻസ്ട്രക്ഷൻ I2. ഫെച്ച് ചെയ്യുന്നത് എപ്പോഴാണ്? സെക്കൻഡ് ക്ലോക്ക് സൈക്കിളിലാണ് അതിനെ ഫെച്ച് ചെയ്യുന്നത്. ദെൻ ഡീകോഡ് ചെയ്യുന്നത് തേർഡ് ക്ലോക്ക് സൈക്കിൾ അതിനെ ഡീകോഡ് ചെയ്യുന്നു. ഫോർത്ത് ക്ലോക്ക് സൈക്കിൾ അതിന് ഓപ്പറന്റിനെ ഫെച്ച് ചെയ്യുന്നു. ഫിഫ്ത്ത് ക്ലോക്ക് സൈക്കിൾ അതിനെ എക്സിക്യൂട്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പം സെഗ്മെന്റ് 1 ഇൻസ്ട്രക്ഷൻ 2നെ ഫെച്ച് ചെയ്യുന്നത് ഇൻ ക്ലോക്ക് സൈക്കിൾ 2, മേലുള്ളത് ക്ലോക്ക് സൈക്കിൾ ആണ്. ദെൻ ഡീകോഡ് ചെയ്യുന്നത് ഇൻ ക്ലോക്ക് സൈക്കിൾ 3, ഫെച്ച് ഓപ്പറന്റ് പെർഫോം ഇൻ ക്ലോക്ക് സൈക്കിൾ 4, അതിന്റെ എക്സിക്യൂഷൻ ഫിനിഷ് ആവുന്നത് ക്ലോക്ക് സൈക്കിൾ 5ലാണ്. ഇങ്ങനെ പോയി ഒരു ബ്രാഞ്ച് ഇൻസ്ട്രക്ഷൻ വന്നു. കളർ മാറ്റാം. ഇവിടെ ഒരു ബ്രാഞ്ച് ഇൻസ്ട്രക്ഷൻ വന്നു.
തേർഡിൽ ഒരു ബ്രാഞ്ച് ഇൻസ്ട്രക്ഷൻ വന്നു, ഓർക്കുക. ബ്രാഞ്ച് ഇൻസ്ട്രക്ഷൻ വന്നപ്പം നമ്മൾ നോർമലി ഫെച്ച് ചെയ്ത ആ ഒരു ഇൻസ്ട്രക്ഷൻ ഉണ്ടാവുമല്ലോ, അതിനെ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റാതെയായി. പകരം 7th ക്ലോക്ക് സൈക്കിളിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ബ്രാഞ്ച് ടാർഗറ്റിലേക്ക് പോയിട്ട് ഇൻസ്ട്രക്ഷനെ കംപ്ലീറ്റ്, ആ ബ്രാഞ്ച് ടാർഗറ്റ് ഇൻസ്ട്രക്ഷനെ കംപ്ലീറ്റ് ഫെച്ച് ചെയ്യുന്നത്. പ്രീവിയസ്ലി ഫെച്ച് ചെയ്ത ഇൻസ്ട്രക്ഷനെ കാണിക്കാതെ, ഈ ഒരു ഡയഗ്രത്തിൽ അത് കാണിക്കുന്നില്ല. അപ്പൊ നിങ്ങൾ നോക്കുക, നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ ഫെച്ച് ചെയ്യേണ്ടത് 4th ക്ലോക്ക് സൈക്കിളിലാണ്. പക്ഷെ 4th, 5th, 6th അത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റാതായി. 7th ക്ലോക്ക് സൈക്കിളിലാണ് ബ്രാഞ്ച് ടാർഗറ്റ് നമ്മൾ കണ്ടോ, ബ്രാഞ്ച് ഇൻസ്ട്രക്ഷൻ വന്നു. 7th ക്ലോക്ക് സൈക്കിളിലാണ് നമ്മൾ ടാർഗറ്റിനെ ഫെച്ച് ചെയ്യുന്നത്. കണ്ടോ, 7th ക്ലോക്ക് സൈക്കിളിൽ ടാർഗറ്റിനെ നമ്മൾ ഫെച്ച് ചെയ്തു. അപ്പൊ ബ്രാഞ്ച് വരുന്നത് വരെ പ്രശ്നമൊന്നുമില്ല. ബ്രാഞ്ച് വന്നപ്പം കുറച്ച് ക്ലോക്ക് സൈക്കിൾ അവിടെ നമുക്ക് ലോസ് ആയി. പറഞ്ഞ കാര്യം ക്ലിയർ ആണോ? ഓക്കെ, താങ്ക് യുടാ. അപ്പൊ ഒന്ന് നോട്ട് ചെയ്യാം. ഫോർ പൈപ്പ്ലൈനിങ് സ്റ്റേജസ്, FI, DA, FO, ഫെച്ച് ഓപ്പറന്റ് ആണ് FO, എക്സിക്യൂട്ട് EX, FO, EX. Then നെക്സ്റ്റ് എഴുതാ, in step 4, instruction 1 is executed in segment EX. In step 4, instruction 1 is executed in segment EX. ഓക്കെ, അതായത് സ്റ്റെപ്പ് 4 സെഗ്മെന്റ് 1 കണ്ടോ, ഇൻസ്ട്രക്ഷൻ 1 എക്സിക്യൂട്ട് ചെയ്യുന്നു. ഇൻ സെഗ്മെന്റ് EX സ്റ്റെപ്പ് 4 ഇൻസ്ട്രക്ഷൻ 1 എക്സിക്യൂട്ട് ചെയ്യുന്നു. ഇതുപോലെ എഴുതാ. നെക്സ്റ്റ് എഴുതാ, സെയിം ടൈം ഇൻസ്ട്രക്ഷൻ 2 performing fetching operand. Instruction 2 performing fetching operand. നോക്കുക, 4th ക്ലോക്ക് സൈക്കിളിൽ ഇൻസ്ട്രക്ഷൻ 2 performing fetching operand. കൊമേറ്റ് എഴുതാ, ഇൻസ്ട്രക്ഷൻ 3 performing decoding operation. Instruction 3 performing decoding operation. ഇത്രയും നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. നമ്മൾ 3 ഇൻസ്ട്രക്ഷന്റെയും ഓരോ സ്റ്റേജസ് കാണിക്കാൻ വേണ്ടി പറയുന്ന ഒരു എക്സാമ്പിൾ എന്ന് മാത്രം കരുതുക. കണ്ടോ, 4th ക്ലോക്ക് സൈക്കിളിൽ ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻ എക്സിക്യൂഷൻ സ്റ്റേജിലാണെന്നാണ് നമ്മൾ ഫസ്റ്റ് സെന്റൻസിൽ പറഞ്ഞത്. ദെൻ സെയിം ക്ലോക്ക് സൈക്കിളിൽ രണ്ടാമത്തെ ഇൻസ്ട്രക്ഷൻ ഫെച്ചിങ് ഓപ്പറന്റ് എന്ന് പറഞ്ഞ സ്റ്റേജിലാണുള്ളത് എന്ന് നമ്മൾ പറഞ്ഞു. ദെൻ തേർഡ് ഇൻസ്ട്രക്ഷൻ ആ ടൈമിൽ ഇൻസ്ട്രക്ഷനെ ഡീകോഡ് ചെയ്യുന്നേ ഉള്ളൂ എന്ന് നമ്മൾ പറഞ്ഞു. ഓക്കെ, അപ്പം സെയിം ക്ലോക്ക് സൈക്കിളിൽ ഓരോ സെഗ്മെന്റും ഓരോ ഇൻസ്ട്രക്ഷന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നു. 4th ക്ലോക്ക് സൈക്കിളിൽ ഫസ്റ്റ് ഇൻസ്ട്രക്ഷന് വേണ്ടി എക്സിക്യൂഷൻ സെഗ്മെന്റ് വർക്ക് ചെയ്യുന്നു. സെയിം 4th ക്ലോക്ക് സൈക്കിളിൽ സെക്കൻഡ് ഇൻസ്ട്രക്ഷന് വേണ്ടി ഫെച്ചിങ് ഓപ്പറന്റ് ചെയ്യാനുള്ള സെഗ്മെന്റ് വർക്ക് ചെയ്യുന്നു. ഫോർ ദി തേർഡ് ഇൻസ്ട്രക്ഷൻ ഡീകോഡ് ചെയ്യാനുള്ള സെഗ്മെന്റ് 4th ക്ലോക്ക് സൈക്കിൾ വർക്ക് ചെയ്യുന്നു. ഇത്രയേ പറഞ്ഞിട്ടുള്ളൂ. ക്ലിയർ അല്ലേ? ഓക്കെ അഭിനവ്, താങ്ക് യു. ഈ ഡയഗ്രാം ഒന്ന് വരച്ചു വെക്കുക, ക്ലോക്ക് സൈക്കിള്, ദെൻ ഇൻസ്ട്രക്ഷൻ, ക്ലോക്ക് സൈക്കിൾ ആൻഡ് ഇൻസ്ട്രക്ഷൻസ് ഒന്ന് വരച്ചു വെക്കുക. സ്പീഡിൽ ഒന്ന് വരച്ചു വെക്കുക. ക്ലോക്ക് സൈക്കിൾസ് ആൻഡ് ഇൻസ്ട്രക്ഷൻ ഒന്ന് സ്പീഡിൽ വരച്ചു വെക്കുക. ഓക്കെ,
ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ആസ് പെർ സിലബസ് നമുക്ക് ഇൻസ്ട്രക്ഷൻ പൈപ്പ് ലൈനിങ്ങിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ നോക്കിയിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മളെ മൊഡ്യൂൾ ഏകദേശം ഒന്ന് വൈൻഡപ്പ് ആയിട്ടുണ്ട്, 3rd മൊഡ്യൂൾ. ദെൻ ക്വസ്റ്റ്യൻ നോക്കിയിട്ട് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എന്തെങ്കിലും പോർഷൻസ് ഉണ്ടോ എന്ന് ഒന്നുകൂടി നോക്കാം. ഓക്കെ, ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആണോ? ഓക്കെ, ഞാൻ അറ്റൻഡൻസ് മാർക്ക് ചെയ്തോളാം, ഞാൻ എടുത്ത് നോക്കിയിട്ട് മാർക്ക് ചെയ്തോളാം. നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലാസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത പൈപ്പ് ലൈനിങ്ങിന്റെ ഡയഗ്രാമാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. നോർമലി നമ്മൾ പറഞ്ഞു പൈപ്പ് ലൈനിങ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് സീക്വൻഷ്യലി നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. ആഫ്റ്റർ കംപ്ലീറ്റിംഗ് ഇൻസ്ട്രക്ഷൻ 1 then 2 ആ ഒരു മാനറിലാണ് നമുക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പം നോക്കുക, നോർമലി I1 I2 I3 ഡിഫറെന്റ് ഇൻസ്ട്രക്ഷൻ F1 കംപ്ലീറ്റ് ചെയ്യുന്നു, ഫെച്ച് കംപ്ലീറ്റ് ചെയ്യുന്നു, E1 എക്സിക്യൂട്ട് ചെയ്യുന്നു. അതിനുശേഷം മാത്രം വി ആർ പെർഫോമിംഗ് I2 ഫെച്ച് I2 എക്സിക്യൂട്ട്, പിന്നെ I3 ഫെച്ച് I3 എക്സിക്യൂട്ട്, നോർമൽ എക്സിക്യൂഷൻ ആണ് എങ്കിൽ. ദെൻ നമ്മൾ പൈപ്പ് ലൈനിങ്ങിന്റെ കോൺസെപ്റ്റ് ഇതാണ് ഓർക്കുക. I1 ഇൻസ്ട്രക്ഷൻ ഫെച്ച് ചെയ്യുന്നു, I1 എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, I2നെ ഫെച്ച് ചെയ്യുന്നു. I2 എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് വി ആർ ഫെച്ചിങ് I3. ഈ ഡയഗ്രാം പോയിന്റ് നോക്കുക, ഫെച്ചിങ് I3. ഇതായിരുന്നു പൈപ്പ് ലൈനിങ് എക്സിക്യൂഷന്റെ ആ ഒരു ഓർഡർ ഓർത്തിരിക്കുക. ദെൻ ഇവിടെ നമ്മൾ നോക്കുന്നത് പൈപ്പ് ലൈനിങ് വിത്ത് 2 സ്റ്റേജസ് ആണ്. ഹിയർ ഓൺലി വി ഹാവ് 2 സ്റ്റേജസ്, ഫെച്ച് ആൻഡ് എക്സിക്യൂട്ട്. ഈ 2 സ്റ്റേജസ് മാത്രമേ ഉള്ളൂ. നമ്മൾ പറഞ്ഞു വി ക്യാൻ ഗോ ഫോർ 2 to 15 നമ്പർ ഓഫ് സ്റ്റേജസ് ഒക്കെയുള്ള പൈപ്പ് ലൈനിങ് ഉണ്ടെന്ന് ഓർക്കുക. ഇനി നമ്മൾ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയുമ്പോൾ ഈ ഒരു ഡയഗ്രാം ആയിരുന്നു നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തത്. ഹിയർ വി ഹാവ് 4 ഡിഫറെന്റ് സ്റ്റേജസ് ഇൻ പൈപ്പ് ലൈനിങ്. അതായിരുന്നു ഫെച്ച്, ഡീകോഡ്, എക്സിക്യൂട്ട് ആൻഡ് റൈറ്റ് ബാക്ക്. കണ്ടോ, ഫെച്ച്, ഡീകോഡ്, എക്സിക്യൂട്ട് ആൻഡ് റൈറ്റ് ബാക്ക്. ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻ ഡീകോഡ് ചെയ്യുമ്പോൾ വി ആർ ഫെച്ചിങ്, സെക്കൻഡ് ഇൻസ്ട്രക്ഷൻ ഡീകോഡ്, എക്സിക്യൂട്ട്, റൈറ്റ് ബാക്ക്. അപ്പൊ ലാസ്റ്റ് നമ്മൾ പറഞ്ഞ എക്സാമ്പിളിൽ നിങ്ങൾ ഓർക്കുക, ഫെച്ച്, ഡീകോഡ്, ഫെച്ച് ഓപ്പറന്റ്, എക്സിക്യൂട്ട്, അത് 4 എണ്ണമായിരുന്നു കേട്ടോ. ഇപ്പൊ നമ്മൾ പറഞ്ഞതിൽ നമുക്ക് ഏത് പൈപ്പ് ലൈൻ സ്റ്റേജസിലേക്കും പോവാം. ലാസ്റ്റ് ഇപ്പൊ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തത് ഫെച്ച്, ഫെച്ച്, ഡീകോഡ് ഓപ്പറന്റ്, ഫെച്ച് ഓപ്പറന്റ് ആൻഡ് എക്സിക്യൂട്ട്. ഇതായിരുന്നു നമ്മൾ ലാസ്റ്റ് വരച്ച ഡയഗ്രാം. ഇനി നിങ്ങൾക്ക് അതൊന്നും ഓർമ്മയില്ല, ഈ ഒരു ഡയഗ്രാം തന്നെ നിങ്ങൾ വരച്ചാലും തെറ്റില്ല. കാരണം ഇതും എന്താണ്, ഒരു പൈപ്പ് ലൈനിങ് തന്നെയാണ്. ട്രഡീഷണലി ഉള്ള ഈ ഒരു ഡയഗ്രാം തന്നെ നിങ്ങൾക്ക് ആ എക്സാമ്പിളിലും പറയാം. ക്ലിയർ ആവുന്നുണ്ടോ പറയുന്നത്? സെവിൻ, സേജൽ, സങ്കീർത്തന. എടാ, ഇൻസ്ട്രക്ഷൻ പൈപ്പ് ലൈനിങ് വരക്കുമ്പം ആ ഡയഗ്രാം മറന്നു പോയിട്ടുണ്ടെങ്കിൽ സാധാരണയുള്ള ഫെച്ച്, ഡീകോഡ്, എക്സിക്യൂട്ട്, റൈറ്റ് ബാക്ക് വരച്ചു വെച്ചാൽ മതി. ഇതായിരുന്നു ആ ഡയഗ്രാം. ദെൻ നമ്മൾ പറഞ്ഞു ഓരോ സ്റ്റേജസിലും ഇൻ ബിറ്റ്വീൻ നമുക്കൊരു രജിസ്റ്റർ ഉണ്ട്. രജിസ്റ്റർ എലോങ് വിത്ത് എ കോമ്പിനേഷണൽ സർക്യൂട്ട്. ഫെച്ച് കഴിഞ്ഞ ഉടനെ വി ആർ പ്ലേസിംഗ് ദി ഡാറ്റ ഇൻടു ഈ ഒരു സർക്യൂട്ടറിൽ വെക്കും. ആഫ്റ്റർ പെർഫോമിംഗ് ഡീകോഡ് ഓപ്പറേഷൻ നമ്മൾ അത് സർക്യൂട്ടിൽ വെക്കും, രജിസ്റ്ററിൽ വെക്കും. എക്സിക്യൂഷൻ കഴിഞ്ഞാലും രജിസ്റ്ററിൽ വെക്കും. ഇതൊക്കെ നമ്മൾ പറഞ്ഞ കോൺസെപ്റ്റ് ആണ്. റോൾ ഓഫ് ക്യാഷ് മെമ്മറി നമ്മൾ പറഞ്ഞു. ഇൻസ്ട്രക്ഷൻ ഫെച്ച് ചെയ്യുക എന്ന് പറയുന്നത് കുറെ സമയം എടുക്കുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് ഈസിലി അത് ഫെച്ച് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു, അതിനെ ക്യാഷിൽ കൊണ്ടുവെക്കുന്നു. അപ്പൊ നമുക്ക് ഈസി ആയിട്ട് അതിനെ സ്പീഡിൽ ഫെച്ച് ചെയ്യാം. ഓക്കെ, ഇത്രയും കാര്യങ്ങളൊന്ന് ഓർത്തിരിക്കുക.